തെന്നിന്ത്യൻ സിനിമയിലെ തിരക്കേറിയ നായികയായിരുന്നു മോഹിനി. കോയമ്പത്തൂരിൽ തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച താരത്തിന്റെ യഥാർത്ഥ പേര് മഹാലക്ഷ്മി എന്നാണ്. സിനിമയിലെത്തിയ ശേഷം പേര് മോഹിനി എന്നാക്കി. ഇപ്പോഴിതാ മോഹിനിയുടെ ചില പുതിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. 1987 കൂട്ടുപുഴുക്കൾ എന്ന ചിത്രത്തിൽ ബാലതാരമായി എത്തിയതാണ് മോഹിനി. 91 പുറത്തിറങ്ങിയ ഈറമാന റോജാവേ എന്ന ചിത്രത്തിലൂടെയാണ് നായികയായത്. മോഹൻലാൽ ചിത്രം നാടോടിയിലൂടെ മലയാളത്തിൽ അരങ്ങേറി. ശേഷം തമിഴ് ചിത്രങ്ങൾ, കന്നഡ, തെലുങ്ക്, മലയാളം ഭാഷകളിൽ 50ലേറെ സിനിമകളിൽ അഭിനയിച്ചു. 22ാമത്തെ വയസ്സിൽ വിവാഹവും. വിവാഹശേഷം അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ മോഹിനി 2006 ക്രിസ്തുമതം സ്വീകരിച്ചു. ശേഷം ക്രിസ്റ്റീന മോഹിനി ശ്രീനിവാസൻ എന്ന പേരുമാറ്റി. അമേരിക്കൻ വ്യവസായിയായ ഭരത് പോൾ കൃഷ്ണസ്വാമിയാണ് ഭർത്താവ്. സിനിമയിൽ നിന്നും വിട്ടതോടെ വിഷാദത്തിലായ താരം ബൈബിൾ വായിച്ചു തുടങ്ങി. ക്രൈസ്തവ വിശ്വാസത്തിൽ ആകൃഷ്ടയായത്രേ. അനിരുദ്ധ്, മൈക്കിൾ ഭാരത്, അദ്വൈത്, ഗബ്രിയേൽ ഭാരത് എന്നിവരാണ് മക്കൾ. ഇടയ്ക്ക് ഭരണങ്ങാനത്തിൽ വിശുദ്ധ അൽഫോൺസാമ്മയുടെ ഖബറിടം സന്ദർശിച്ച മോഹിനിയുടെ ചിത്രങ്ങളും വൈറലായിരുന്നു. കുടുംബത്തിനൊപ്പമായിരുന്നു നടിയെത്തിയത്. ഏറെ നേരം പ്രാർത്ഥിച്ചാണ് മോഹിനി അവിടെ നിന്നും മടങ്ങിയത്. സോനാരേ സോനാരേ എന്ന ആ പാട്ട് പഞ്ചാബി ഹൗസിലെ മോഹിനിയെ ഏവർക്കും ഇഷ്ടമായിരുന്നു. ബ്രാഹ്മൺ കുടുംബത്തിൽ ജനിച്ച മോഹിനി പിന്നീട് ക്രിസ്ത്യാനിയായത് തന്നെ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം. പെട്ടെന്ന് സിനിമയിൽ നിന്നും മാറുകയും അത് തന്നെ വിഷാദത്തിൽ എത്തിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്.